ഹലോ, വെൽക്കം ടു ചൂസ് പാരഡൈസ്. ഇന്ന് നമുക്ക് അറബിക് ഡെസേർട്ടായ കുനാഫ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം കുനാഫ ഡഫാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ബട്ടറും എടുത്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ നന്നായി മെൽറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് കുനാഫ ഡഫ് ചെറുതായി അരിഞ്ഞെടുക്കണം. വളരെ ചെറുതായി അരിയാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഈ അരിഞ്ഞു വെച്ച ഡഫിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ബട്ടർ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുനാഫ ഡഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാലോളം ചേർക്കണം. പാൽ ചേർത്ത് കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മധുരം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വാദനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായി കുറുകി വന്ന ശേഷം നമുക്ക് ഞാൻ ഇതിലേക്ക് ക്രീം ചീസാണ് ചേർക്കുന്നത്. 500 ഗ്രാം ക്രീം ചീസ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്രീം ചീസ് ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ 500 ഗ്രാം ക്രീം ചീസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ക്രീം ചീസ് ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതിലേക്ക് കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്യണം. അത് നമ്മൾ ഏത് ബേക്കിംഗ് ട്രേ ആണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ അടിഭാഗത്ത് തേച്ച് കൊടുക്കണം. ഞാനിവിടെ വലിയൊരു ട്രേയിലും അതുപോലെ അലുമിനിയം ഫോയിലിൻ്റെ ഒരു 6 ട്രേയിലും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു ഫാമിലിക്ക് മാത്രം മതിയെങ്കിൽ കുനാഫ ഡഫിൻ്റെ പകുതി ഭാഗത്തോളം എടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ അടിഭാഗത്തിലേക്ക് ഈ ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഒരു തിൻ ലെയർ കുനാഫ ഡഫാണ് ചേർക്കുന്നത്. കുനാഫ ഡഫ് ഇട്ട ശേഷം ഒരു കപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെയോ അടിഭാഗം വെച്ച് നന്നായി അമർത്തി കൊടുക്കാം. നന്നായി സെറ്റ് ചെയ്ത ശേഷം സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീമാണ് ചേർക്കുന്നത്. അതും ചേർത്ത് എല്ലാവിടെയും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ മൊസറല്ല ചീസാണ് ചേർക്കുന്നത്. അതും ഒരു തിൻ ലെയർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒരു ലെയർ കുനാഫ ഡഫും കൂടി ചേർക്കാം. അതും ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് അമർത്തി സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ അലുമിനിയം ഫോയിൽ പാത്രത്തിലും റെഡിയാക്കുന്നുണ്ട്. ഒരു 5-6 പാത്രത്തിൽ റെഡിയാക്കുന്നുണ്ട്. ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഇങ്ങനെ സെറ്റാക്കിയാൽ നമുക്ക് ഉപകാരമാവും. ഇത് നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാവുന്നത്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. പ്രീ ഹീറ്റഡ് ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഓവനിലേക്ക് ഇത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒഴിക്കാൻ കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് റെഡിയാക്കാം. ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് റെഡിയാക്കുന്നത്. ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് റെഡിയാക്കിയാൽ മതി. ഇനി നമ്മുടെ ഇവിടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.